അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ഞാനിവിടെ റൗണ്ടായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതും ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ അളവിൽ വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ പൗഡർ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടെ പൾസ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ